ഹേ ബ്രഹ്മാർപ്പണമസ്തു. നല്ലൊരു ദിവസത്തെ ഏവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്ന് വളരെയധികം വിശേഷമായിട്ടുള്ള ഒരു അറിവാണ് ഏവരിലേക്കും ഞാൻ എത്തിക്കുന്നത്. അംഗവൈകല്യം എന്നുള്ളത് ജനനാൽ അല്ലെങ്കിൽ അപകടങ്ങളാൽ ഒക്കെ വന്നു ചേരുന്ന ഒന്നാണ്. മുൻ ജന്മാന്തര പാപകർമ്മങ്ങളാലും പിതൃദോഷങ്ങളാലും അനുഭവവേദ്യമാകുന്ന ഈ ഒരു കർമ്മ ഫലത്തായി വളരെയധികം ദുരിതം, ഈ കർമ്മഫലം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന യഥേഷ്ടം സജ്ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാ അംഗങ്ങളും ശ്രദ്ധേയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, പക്ഷേ ഇവരുടെ അംഗപരിമിതി മൂലമുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ആ പരിധികളെല്ലാം മറികടന്ന് അവരിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് മൂല്യങ്ങളെ ഉണർത്തി യഥേഷ്ടം അങ്ങനെയുള്ള സജ്ജനങ്ങളാൽ പൂരിതമായി നല്ല തലാതലങ്ങളിലേക്ക് ഉയർന്ന് വന്നിരിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള മഹത് വ്യക്തികളെ നമ്മൾക്കിടയിൽ, നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധ്യമാകും. അംഗപരിമിതികളാൽ ദുരിതം അനുഭവിക്കണം ഇവരെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സംസാരശേഷി നഷ്ടപ്പെട്ട സജ്ജനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ യഥേഷ്ടം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധ്യമാകും. ചില സാഹചര്യങ്ങളിൽ വിക്ക് എന്ന അസുഖഭാവങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ, അത് ജനനാലും അല്ലെങ്കിൽ അപകടങ്ങളാലും ഈ ഒരു കാര്യം വന്നു ചേരുകയും അതിൽ ദുഃഖപൂരിതമായിട്ടുള്ള മനസ്സോട് മുന്നോട്ട് വർത്തിക്കുന്ന അനേകം സജ്ജനങ്ങളുണ്ടാകും. എന്നാൽ അവരുടെ മനസ്സല്ല ഇപ്പോഴും കൊതിക്കണമെന്നാണ് സാധാ ജനങ്ങളെ പോലെ അല്ലെ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ആശയവിനിമയം നടത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണം എന്നൊരു ചിന്ത. അവർക്കായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ മുഴുവനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള സജ്ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, സംസാരശേഷിക്ക് വിനിയോഗ്യമാകുവാൻ ഒരു നല്ലൊരു ക്ഷേത്രസവിധം, ആ ക്ഷേത്രസവിധത്തിൽ സാക്ഷാൽ സച്ചിദാനന്ദ രൂപനായിരിക്കണം മഹാവിഷ്ണു ഭഗവാൻ. മഹാവിഷ്ണുവിൻ്റെ ഉഗ്രരൂപമായിരിക്കണം നൃസിംഹം അല്ലെങ്കിൽ നരസിംഹം. വളരെയധികം അഭിവൃദ്ധിയോടുകൂടി, കാമനകളോടുകൂടി ധന്യമാക്കണ ക്ഷേത്രസഞ്ചയം. പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യാമണമുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ സംശയം ഒന്നുമില്ല, സംസാര ശേഷി നഷ്ടമായവർക്ക് തിരികെ ലഭ്യമാകുവാനും വിക്ക് മൂലമുള്ള അസുഖങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും വിധിയുടെ കരാളഹസ്തത്തിൽപ്പെട്ട സജ്ജനങ്ങൾക്ക്
അതിൽ നിന്ന് മുക്തി നേടുവാനും പ്രേത ബാധ തുടങ്ങിയിട്ടുള്ള ദോഷദുരിതങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു മഹാക്ഷേത്ര സന്നിധിയാണ്. അത്തരം ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൽ എത്തേണ്ടുന്ന വഴിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ടും കൊടുത്തിരിക്കും. അതോടൊപ്പം തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പരും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ തങ്ങൾക്കും സംസാരിക്കുവാൻ കിട്ടുന്ന ഒരു ഭാഗ്യം അതാഗ്രഹിക്കാത്ത സജ്ജനങ്ങളില്ല. അതിനുള്ള ഒരു സ്ഥാനഭാവമാണ്. ഇനി എത്ര പഴകിയതായിരുന്നാലും അല്ലെങ്കിൽ പ്രായം ചെന്നവരിലായിരുന്നാലും അവരവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സംസാരശേഷി തിരികെ ലഭ്യമാകും. അതും ഉത്തമ ഭക്തിയും ഉത്തമ ദൃഢവിശ്വാസവും ഉളവായിരിക്കണം. ഏതൊരു കർമ്മത്തിനും അത് ആ പറഞ്ഞിരിക്കുന്ന പ്രതീതി ഉളവായാൽ മാത്രമേ അത് ശാശ്വതമായിട്ടുള്ള പരിഹാരമായി മാറുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഐതിഹ്യഭാവത്തിൽ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഥളീപനഭാവത്തിൽ അതിസുന്ദരമായിട്ടുള്ള ഗാനാലാപന രീതിയിൽ ആഞ്ജനേയനാകണ വീരഹനുമാൻ സ്വാമി തൻ്റെ സംഗീതാത്മകമായിട്ടുള്ള ശബ്ദഭാവത്തെ ശ്രദ്ധേയമായിട്ട് രാമനാമങ്ങളാൽ കീർത്തനം ആലപിച്ചു കൊണ്ടിരിക്കുന്ന മാത്രയിലാണ് തൻ്റെ ശബ്ദം നഷ്ടപ്പെടുകയും വളരെ ദുഃഖിതനായി തീർന്ന ആഞ്ജനേയൻ നാരദ മഹർഷിയെ പൂജനം ചെയ്യുകയും ആയതുവഴി നാരദ മഹർഷി ഉത്തമ ജ്യോത്സ്യഭാവമാണ്. അദ്ദേഹം ഗണനം ചെയ്ത വഴി രാവണ യുദ്ധത്തിൽ യഥേഷ്ടം മിണ്ടാപ്രാണികളെ മൃത്യു വരിക്കുവാൻ ഉളവായ കാരണത്താൽ കിട്ടിയ പാപത്താലാണ് ആഞ്ജനേയന് അല്ലെങ്കിൽ വീരഹനുമാന് ശബ്ദം നഷ്ടപ്പെട്ടത്. അത് മനസ്സിലാക്കിയപ്പോഴാണ് കഥളീവനഭാവത്തിൽ ഉഗ്രനരസിംഹമൂർത്തിയെ വാഴക്കടയ്ക്കൽ പ്രതിഷ്ഠ ചെയ്ത് പൂജനം ചെയ്ത് പരിപാലനം ചെയ്തത് വഴി സ്വരശുദ്ധി വീരഹനുമാന് ലഭ്യമാകുകയും ചെയ്തു. കഥളി വാഴ കടയിൽ പ്രതിഷ്ഠ ചെയ്തതിനാൽ വാഴക്കടയിൽ എന്നുള്ള സ്ഥലനാമത്താൽ ശ്രദ്ധേയമായിട്ടുള്ള മഹാക്ഷേത്ര സവിധം. എന്നാൽ പിൽക്കാലത്ത് വാഴക്കട എന്നുള്ള ആ ഒരു നാമധേയം ലോപിച്ച് വാഴേങ്കട എന്ന് ചുരുങ്ങുകയും ഈ സ്ഥാന ഭാവമാണ് വാഴേങ്കട ശ്രീ നരസിംഹ മൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്തു പോകണം. യഥേഷ്ടം സംസാരശേഷി നഷ്ടപ്പെട്ട സജ്ജനങ്ങൾക്ക് തിരികെ ഉത്തമ ശബ്ദമാധുര്യഭാവത്തെ ധന്യമാക്കിയ പുണ്യനിധാനം അനുഭവസ്ഥർ യഥേഷ്ടം നമ്മളിലുള്ള പാപക്കറകളെ കഴുകിക്കളയുവാൻ അടിസ്ഥാനപരമായി ഗുരുപരമ്പര ശ്രദ്ധേയമാക്കിയ ശ്രേഷ്ഠസ്ഥാനമാണ്. നമ്മളിൽപ്പെട്ട സജ്ജനങ്ങളിൽ ആർക്കെങ്കിലും ഈ ദുരിത ഭാവത്തിൽ ദുഃഖഭാവത്തിൽ ദോഷം അനുഭവിക്കുന്നവർ
ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സംസാരിക്കുവാനും നമ്മളെപ്പോലെ പ്രവർത്തിച്ച് മുന്നേറുവാനും അവർക്കും ഗുണമുളവാകാൻ ഈ ഒരു സന്നിധിയിലെത്തുവാനും ആയതിനായിട്ട് ആണ് ഈ ഒരു വീഡിയോ ഏവരിലേക്കും എത്തിക്കുന്നത്. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളിൽ, ബന്ധുജനങ്ങളിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെയുള്ള അംഗപരിമിതമായ, സംസാരശേഷിയിൽ പരിമിതമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. യാതൊരു സംശയമില്ല, അവർ നല്ല രീതിയിൽ ശബ്ദ ശ്രേഷ്ഠതയെ ധന്യമാക്കി ജീവിതം മനോഹരമാക്കുവാൻ സാധ്യമാകും. അത്തരം വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഈ പുണ്യഭൂമിയിലേക്ക് ചെല്ലാൻ പറ്റുന്നവർ നരസിംഹമൂർത്തി സ്വാമിയെ പോയി വണങ്ങുന്നത് ആഭിചാരപരമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും അതുപോലെ തന്നെ ജന്മാന്തര പാപ കർമ്മങ്ങളിൽ നിന്ന് ദോഷങ്ങൾ അനുഭവവേദ്യമാകുന്നവർക്ക് അതിൽ നിന്ന് മുക്തിയെ പരിപാലിക്കുവാനും ഒക്കെ ആയിട്ടുള്ളൊരു സന്നിധിയാണ്. വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നരസിംഹസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവരിലും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരും വരെ പുതിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം. മറക്കരുത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയും ക്ഷേത്രസ്ഥാനഭാവങ്ങളും അതുപോലെ തന്നെ ഫോൺ നമ്പരും ചേർത്തിരിക്കണം. നമ്മളാൽ കഴിയുന്ന ഉപകാരം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഹരി ഓം സത്.